ഹലോ, അസ്സലാമു അലൈക്കും. രാവിലെ 3 മണിക്ക് എണീച്ചാണ്ട് നമ്മൾ ചെറിയൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ടിങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ അടിച്ച് നേരെ നിലമ്പൂരെത്തിയപ്പോൾ ഒരു ചായ കുടിച്ചു. ചായയും പഴംപൊരിയും കുടിച്ച് നേരെ വിട്ടു. അപ്പോൾ നമ്മൾ പോകുന്നത് മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ്. അപ്പോൾ ഗൂഡല്ലൂരെത്തി ഒരു പള്ളി കയറിയാണ് നിസ്കാരവും കാര്യങ്ങളൊക്കെ അവിടുന്ന് തീർത്തു. അവിടുന്ന് നേരെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരു 7 മണിയായപ്പോൾ ബോർഡറിൻ്റെ മുന്നിലെത്തി. 6 മണിക്കൊക്കെ ഓപ്പൺ ആക്കൽ. പക്ഷെ അടിപൊളി ക്ലൈമറ്റ് ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു ആ ടൈമിൽ. കയറി ഉടൻ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ആനനെ കണ്ടു, പിന്നെ കുറച്ച് മാന് ഉണ്ടായിരുന്നു. ഇനി ആരെങ്കിലും ഊട്ടിക്ക് വരികയാണെങ്കിൽ കറക്റ്റ് മസനഗുഡി ഊട്ടിയിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശരിക്കും പറഞ്ഞാൽ ആ ടൈമിങ്ങിലാണ് രാവിലെ മോർണിംഗ് 7 മണിക്കൊക്കെ എത്തണം. അടിപൊളിയാണ് ആ ടൈം. അങ്ങനെ നേരെ മുന്നിൽ വെട്ടത് ഒരു കൊമ്പനാൻ്റെ മുന്നിലാണ്. റോഡിൽ ഇങ്ങനെ വിലങ്ങായിട്ട് നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും നല്ല ശരിക്കും പേടിച്ചു. ബാക്കിയുള്ള യാത്രക്കാരൊക്കെ പേടിച്ചു. പിന്നെ നേരെ ഫോറസ്റ്റ് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ദോശയും ഇഡ്ഡലിയും വാങ്ങി അവിടുന്ന് കഴിച്ചു. ഒരു ഹോട്ടലിൽ നിന്ന് ചായയും കുടിച്ചാണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ബോട്ടാണിക്കൽ ഗാർഡൻ എന്നൊരു വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ എത്തി. ഞങ്ങളുടെ കൂടെ ഒരു കപ്പിൾസും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടും പിന്നെ വൈഫിൻ്റെ ഫ്രണ്ടുമാണ്. അവരും കൂട്ടിയാണ് ഞങ്ങൾ അവിടുന്ന് ട്രിപ്പിന് നാട്ടിൽ നിന്ന് പോകുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിൽ കയറി. സത്യം പറഞ്ഞാൽ നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടൊരു വൈബ് ഏരിയ. അപ്പോൾ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ നടന്ന് കുറേ നേരം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു. വൈഫിൻ്റെ കൂടെ +2 ഒപ്പം പഠിച്ചാണ് അവള്. അപ്പോൾ അവരെ 5 വർഷത്തിന് ശേഷമാണ് ശരിക്കും കാണുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ കാട്ടിക്കൂട്ടിലും ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ റീലും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ 4 പേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ തട്ടുകട കണ്ടപ്പോൾ അവിടെ കയറി ചെന്നപ്പോഴുണ്ട് ചിക്കൻ കാലൊക്കെ തൂക്കിയിട്ട് കൊണ്ടു. അപ്പോൾ ചിക്കൻ കാല് വേണമെന്ന് വെച്ചപ്പോൾ ആർക്കും വേണ്ട. പിന്നെ നൂഡിൽസ് ആ ചേച്ചി ഉണ്ടാക്കുന്ന കാണുമ്പോഴോ തല്ലി പൊട്ടിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ അവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോയത് ഒരു വെറൈറ്റി ഒരു സ്ഥലം കാണാൻ വേണ്ടി പോയത്. ഷൂട്ടിംഗ് പോയിൻ്റാണെന്ന് പറഞ്ഞത്. അപ്പോൾ പോയി ഒരു ഫോറസ്റ്റിലൂടെ യാത്ര. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും നല്ല പേടിച്ചു പോകണം. കാരണം ആളും മനസ്സിലില്ലാത്ത കുറേ ഏരിയാസ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരങ്ങ് കാണുന്നല്ലാതെ വേറൊരു ബന്ധവുമില്ല, നെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മാപ്പൊക്കെ തെറ്റി ആകെ കുടുങ്ങിയെന്ന് വിചാരിച്ചു. അങ്ങനെ പോണ വഴിക്ക് നമ്മളൊരു തേയിലത്തോട്ടം കണ്ടു. അപ്പോൾ അവിടെ കയറിയാണ് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച സ്ഥലമായ ഷൂട്ടിംഗ് പോയിന്റിലെത്തി. അവിടേക്ക് കയറാനാണ് ശരിക്കും പറഞ്ഞാൽ 100 രൂപ. ഒരു വീടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല സ്പോട്ട് ഇട്ടാ, നല്ല വീഡിയോസ് എടുക്കാൻ പറ്റിയതും അല്ല നമ്മൾ ഫിലിമിലൊക്കെ കണ്ട ഒരു വൈബ് സ്ഥലം. അങ്ങനെ ഞങ്ങളെപ്പോലെ കുറേ കപ്പിൾസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പോണ വഴിക്ക് കാട്ടുപോത്തിനൊക്കെ കണ്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി. ഫ്രൈഡ് റൈസും മന്തിയും ഒക്കെ കഴിച്ച് നേരെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ വിട്ടു.